എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് ഹെൻസ് എഗ്, ഒരു കോഴിമുട്ടയുടെ അത്ര വലിപ്പമുള്ള വിത്ത്. ഇതിൽ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് റീഡിംഗ് ആണ്. അതിൽ ഇനി നമുക്ക് വായിച്ചു തീർക്കാനുള്ളത് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ദ കോൺ എന്നീ രണ്ട് ഭാഗങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട പുതിയ വേർഡ്സൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. കൂടാതെ ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ലെറ്റസ് റീവിസിറ്റ് ദ സ്റ്റോറി ആക്ടിവിറ്റീസ് 1 to 7 അത്രയും ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ 2 ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. The king sent for the old man's father and he was brought before him. രാജാവ് ആ വൃദ്ധൻ്റെ പിതാവിന് ആളെ അയക്കുകയും അയാൾ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവരുത്തപ്പെടുകയും ചെയ്തു. ഹി കെയിം വാക്കിംഗ് ഓൺ വൺ ക്രച്ച്. അയാളാണെച്ചാൽ ഒരു ഊന്നുവടിയിലായിരുന്നു വന്നിരുന്നത്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ആൻഡ് ദ ഓൾഡ് പെസൻറ്റ് ഹു വാസ് സ്റ്റിൽ ഏബിൾ ടു സീ ടുക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ. രാജാവ് ആ ധാന്യമണി അയാളെ കാണിച്ചു. ആൻഡ് ദ ഓൾഡ് പെർസൻറ്റ് ഹു വാസ് സ്റ്റിൽ ഏബിൾ ടു സീ. അയാൾക്ക് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ ധാന്യമണി നല്ലവണ്ണം കാണാൻ പറ്റി. ആൻഡ് ദ കിങ് ആസ്ഡ്. അപ്പോൾ രാജാവ് ചോദിച്ചു, ക്യാൻ യു ടെൽ us ഓൾഡ് മാൻ വേർ എ കോൺ ലൈക്ക് ദിസ് യൂസ്ഡ് ടു ഗ്രോ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെയുള്ള ധാന്യം എവിടെയാണ് വളർന്നു വന്നത്? ഹാവ് യു എവർ ബോട്ട് എനിത്തിങ് ലൈക്ക് ഇറ്റ് ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്സ്. നിങ്ങൾ ഇതുപോലെയുള്ള ഇത് എപ്പോഴെങ്കിലും വാങ്ങുകയോ നിങ്ങളുടെ വയലിൽ വിതയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, ഇവിടെ അറിയാത്ത വേർഡ്സ് ഒന്നുമില്ല. സോൺ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, വിതയ്ക്കുക എന്നതാണ് അർത്ഥം. സോവ്ഡ്, വിതയ്ക്കുക. ദോ ദ ഓൾഡ് മാൻ വാസ് റാദർ ഹാർഡ് ഓഫ് ഹിയറിംഗ്, ഹീ കുഡ് ഹിയർ ബെറ്റർ ദാൻ ഹിസ് സൺ. ഈ വൃദ്ധന് കേൾവിശക്തി കുറവായിരുന്നു എങ്കിലും അയാളുടെ മകനേക്കാൾ നന്നായി കേൾക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നു. അതുപോലെ തന്നെ മകനേക്കാൾ നന്നായി കാണുവാനും കഴിയുമായിരുന്നു. നോ, ഹീ സെഡ്, ഐ നെവർ സോഡ്. ഞാൻ ഒരിക്കലും വിതച്ചിട്ടില്ല. നോർ റീപ്ഡ്, കൊയ്തിട്ടുമില്ല. ആൻഡ് എനി ഗ്രെയിൻ ലൈക്ക് ദിസ് ഇൻ മൈ ഫീൽഡ്. എൻ്റെ വയലിൽ ഇങ്ങനത്തെ ഒരു ധാന്യമണി ഞാൻ വിതയ്ക്കുകയോ കൊതിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആസ് ഫോർ ബൈയിങ്, വാങ്ങുന്ന കാര്യമായാലോ, ഐ നെവർ ബോട്ട് എനി. ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല. ഫോർ ഇൻ മൈ ടൈം മണി വാസ് നോട്ട് യെറ്റ് ഇൻ യൂസ്. എൻ്റെ കാലത്ത് പണമൊന്നും പ്രചാരത്തിൽ വന്നിട്ടില്ല. എൻ്റെ കാലത്ത് പണം ഉപയോഗത്തിൽ വന്നിട്ടില്ല. എവരി വൺ ഗ്രൂ ഹിസ് ഓൺ കോൺ. എല്ലാവരും അവനവന് വേണ്ടുള്ള ധാന്യം സ്വന്തമായി ഉണ്ടാക്കിയിരുന്നു. ആൻഡ് വെൻ ദർ വാസ് എനി നീഡ്, എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ വി ഷെയർഡ് വിത്ത് വൺ അനദർ. നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവച്ചിരുന്നു. ഐ ഡു നോട്ട് നോ വേർ സച്ച് കൈൻഡ് ഓഫ് കോൺ ഗ്രൂ. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല ഇങ്ങനെയുള്ളൊരു ധാന്യമണി എവിടെയാണ് വളർന്നത് എന്നോ. അവേഴ്സ് വാസ് ലാർജർ ആൻഡ് ഹീൽഡഡ് മോർ ഫ്ലോർ ദാൻ ദ പ്രസൻറ്റ് ഡേ ഗ്രെയിൻ, ബട്ട് ഐ നെവർ സോ എനി ലൈക്ക് ദിസ്. എന്നിരുന്നാലും ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വലുതും കൂടുതൽ ധാന്യപ്പൊടി നൽകുന്നതുമായ ധാന്യമണികളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പേജ് നമ്പർ 110 എടുക്കാം. I have, however, heard my father say that in his time the grain grew larger and yielded more flour. You had better ask him. എന്നിരുന്നാലും എൻ്റെ അച്ഛൻ്റെ കാലത്ത് ധാന്യമണി കൂടുതൽ വലുതും കൂടുതൽ ധാന്യപ്പൊടി നൽകുന്നതുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യു ഹാഡ് ബെറ്റർ ആസ്ക് ഹിം. നിങ്ങൾക്ക് അങ്ങേക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാണ്. സോ ദ കിങ് സെൻറ്റ് ഫോർ ദ ഓൾഡ് മാൻസ് ഫാദർ. അങ്ങനെ ആ വൃദ്ധൻ്റെ പിതാവിനെ കണ്ടെത്താൻ വേണ്ടി രാജാവ് ആളെ അയച്ചു. ദേ ഫൗണ്ട് ഹിം. അവരെ കണ്ടുപിടിച്ചു. ആൻഡ് ബ്രോട്ട് ഹിം ബിഫോർ ദ കിങ്. രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഈ ഹാൻഡഡ് വാക്കിംഗ് ഈസിലി. അയാൾ എങ്ങനെയാണ് വന്നത്? നല്ല ഉഷാറായി നടന്നിട്ടാണ് വന്നത്. ആൻഡ് വിത്തൗട്ട് ക്ലച്ചസ്. ഊന്നുവടി ഉണ്ടായിരുന്നോ? ഇല്ല, വിത്തൗട്ട് ക്ലച്ചസ്. ഹിസ് ഐസ് വെർ ക്ലിയർ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നല്ല ക്ലിയർ ആയിരുന്നു. അതായത് കാഴ്ചശക്തി നല്ലവണ്ണം ഉണ്ടായിരുന്നു, കണ്ണുകൾ തെളിഞ്ഞതായിരുന്നു. ഹിസ് ഹിയറിംഗ് ഗുഡ്. കേൾവിശക്തി നല്ലതായിരുന്നു. ആൻഡ് ഹി സ്പോക്ക് ഡിസ്റ്റിങ്ക്ട്ലി. അയാൾ വ്യക്തമായി സംസാരിച്ചു. ഡിസ്റ്റിങ്ക്ട്ലി എന്ന് പറഞ്ഞാൽ വ്യക്തമായി. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ. രാജാവ് അയാൾക്ക് ധാന്യമണി കാണിച്ചു. ആൻഡ് ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അങ്ങനെ ആ ഗ്രാൻഡ് ഫാദർ അത് നോക്കി. ആൻഡ് ടേൺഡ് ഇറ്റ് അബൌട്ട് ഇൻ ഹിസ് ഹാൻഡ്. എന്നിട്ട് തൻ്റെ കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കി. ഇറ്റ് ഈസ് എ ലോങ് സിൻസ് ഐ സോ സച്ച് എ ഫൈൻ ഗ്രെയിൻ സെഡ് ഹി. ആൻഡ് ഹി ബിറ്റ് എ പീസ് ഓഫ് ആൻഡ് ടേസ്റ്റഡ് ഇറ്റ്. അപ്പോൾ മുത്തച്ഛൻ എന്താണ് പറയുന്നത്? ഒരുപാട് കാലം കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനെ ഒരു ധാന്യമണി കണ്ടത്. എന്നിട്ട് അയാൾ ഒരു കഷ്ണം കടിച്ച് അതിൻ്റെ രുചി നോക്കി. ഹി ബിറ്റ് എ പീസ് ഓഫ് ആൻഡ് ടേസ്റ്റഡ് ഇറ്റ്. ബിറ്റ് എന്ന് പറഞ്ഞാൽ കടിക്കുക. ഇറ്റ് ഈസ് ദ വെരി സെയിം കൈൻഡ് ഹി ഹാഡഡ്. ഇത് അതേ ഇനത്തിൽപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു.
ഇനി നമ്മളിപ്പോൾ പഠിച്ചത് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതിലുള്ള കുറച്ച് വേർഡ്സ് നമുക്ക് പരിചയപ്പെടാം. ക്രച്ച് എന്ന് പറഞ്ഞാൽ താങ്ങുവടി, ഊന്നുവടി എന്ന് പറയാം. പെസൻറ്റ് കർഷകൻ, റീപ്പ് കൊയ്യുക, ഡിസ്റ്റിങ്ക്ട്ലി വിശദമായി, വ്യക്തമായി. ഇനി നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം. For in my time, money was not yet in use. How would the people have got the grain they wanted? അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ കാലത്ത് പണമൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്ന്. പക്ഷേ അവർക്ക് എങ്ങനെയായിരുന്നു അവർക്ക് ആവശ്യമായ സാധനങ്ങൾ അല്ലെങ്കിൽ ധാന്യം കിട്ടിയിരുന്നത്, ഗ്രെയിൻ ധാന്യം. They would have exchanged their agriculture products with other farmers. അവർ മറ്റുള്ള കൃഷിക്കാരുമായി എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരാൾ അരി ഉൽപ്പാദിപ്പിക്കുക വെച്ചാൽ ഒരാൾ പച്ചക്കറി ആയിരിക്കും. അപ്പോൾ അരി അങ്ങോട്ട് കൊടുത്ത് പച്ചക്കറി ഇങ്ങോട്ട് വാങ്ങും. അങ്ങനെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഡിഫറൻസ് ഡു യു സീ ഇൻ ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ഓൾഡ് പെസൻറ്റ്? കർഷകനിലും അയാളുടെ അച്ഛനിലും എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ദ ഗ്രാൻഡ് ഫാദർ കുഡ് വാക്ക് ഈസിലി വിത്തൗട്ട് ക്രച്ചസ്, ഹിസ് ഐസ് വെർ ക്ലിയർ, ഹിസ് ഹിയറിംഗ് ഗുഡ് ആൻഡ് ഹി സ്പോക്ക് ഡിസ്റ്റിങ്ക്ട്ലി അൺലൈക്ക് ഹിസ് ഗ്രാൻഡ് സൺ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്, അയാൾ ഊന്നുവടിയൊന്നുമില്ലാതെ ഈസി ആയിട്ടാണ് നടന്നു വന്നത്. നല്ലവണ്ണം കണ്ണുകൾ കാണാമായിരുന്നു, പിന്നെ നല്ലവണ്ണം കേൾക്കാമായിരുന്നു, വളരെ വ്യക്തതയോടെ സംസാരിച്ചിരുന്നു. പക്ഷേ അയാളുടെ പേരക്കുട്ടി വന്നപ്പോൾ അങ്ങനെ ആയിരുന്നോ? അല്ല, വളരെ വേച്ച് വ്യക്തതയൊന്നുമില്ല, കണ്ണ് കാണാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് അടുത്ത ഭാഗം വായിക്കാം. ദ കോൺ. ടെൽ മീ ഗ്രാൻഡ് ഫാദർ ബിഗാൻ ദ കിങ്. മുത്തച്ഛ എന്നോട് പറയൂ, രാജാവ് പറഞ്ഞു. വെൻ ആൻഡ് വേർ വാസ് സച്ച് കോൺ ഗ്രോൺ? എവിടെ എന്നായിരുന്നു ഇത്തരം ധാന്യങ്ങൾ ഉണ്ടാക്കിയിരുന്നത്? ഹാവ് യു എവർ ബോട്ട് എനി ലൈക്ക് ഇറ്റ്? താങ്കൾ എന്തെങ്കിലും ഇത്തരത്തിലൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നോ? ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്സ്? നിങ്ങളുടെ വയലിൽ വിതച്ചിട്ടുണ്ടോ? ആൻഡ് ദ ഓൾഡ് മാൻ റിപ്ലൈഡ്. അപ്പോൾ അയാൾ റിപ്ലൈ കൊടുത്തു. എന്താ പറഞ്ഞത്? കോൺ ലൈക്ക് ദിസ് യൂസ്ഡ് ടു ഗ്രോ എവരി ഫർ ഇൻ മൈ ടൈം. എൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള ധാന്യം എല്ലായിടത്തും പതിവായിരുന്നു. ഐ ലിവ്ഡ് ഓൺ കോൺ ലൈക്ക് ദിസ് ഇൻ ദ ഡേ ഓഫ് മൈ യൂത്ത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇത്തരത്തിലുള്ള ധാന്യമണികൾ കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. ആൻഡ് ഫെഡ് അതേഴ്സ് ഓൺ ഇറ്റ്. പിന്നെ മറ്റുള്ളവരെ തീറ്റിക്കുകയും ചെയ്തിരുന്നു. ഇറ്റ് വാസ് സച്ച് എ ഗ്രെയിൻ ദാറ്റ് വി യൂസ്ഡ് ടു സോ, റീപ്പ് ആൻഡ് ത്രഷ്. ഞങ്ങളുടെ കാലത്ത് ഇത്തരം ധാന്യങ്ങൾ കൊയ്യുകയും വിതയ്ക്കുകയും മെതിക്കുകയും ചെയ്തിരുന്നു. ആൻഡ് ദ കിങ് ആസ്ക്ഡ്. അപ്പോൾ രാജാവ് ചോദിച്ചു, ടെൽ മീ ഗ്രാൻഡ് ഫാദർ, ഡിഡ് യു ബൈ ഇറ്റ് എനിവർ ഓർ ഡിഡ് യു ഗ്രോ ഇറ്റ് ഓൾ യുവർ സെൽഫ്? നിങ്ങൾ ഇത് വിലയ്ക്ക് വാങ്ങുകയായിരുന്നോ അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കിയതാണോ എന്ന് എന്നോട് പറയൂ. ദ ഓൾഡ് മാൻ സ്മൈൽഡ്. അപ്പോൾ ആ ഓൾഡ് മാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇൻ മൈ ടൈം, എൻ്റെ കാലത്ത്, നോ വൺ എവർ തോട്ട് ഓഫ് സച്ച് എ സിൻ ആസ് ബൈയിങ് ഓർ സെല്ലിങ് ബ്രെഡ്. എൻ്റെ കാലത്ത് ആഹാരം വാങ്ങുക, വിൽക്കുക എന്നിവ പോലെയുള്ള തിന്മയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. സിൻ എന്ന് പറഞ്ഞത് പാപം. ഈച്ച് മാൻ ഹാഡ് ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ. എല്ലാവർക്കും അവരവന് വേണ്ട അത്ര ധാന്യം ഉണ്ടായിരുന്നു. ഓൺ എന്ന് പറഞ്ഞാൽ സ്വന്തം. ദെൻ ടെൽ മീ ഗ്രാൻഡ് ഫാദർ, എന്നാൽ എന്നോട് പറയൂ. ആസ്ക്ഡ് ദ കിങ്. രാജാവ് ചോദിക്കുകയാണ്, വേർ വാസ് യുവർ ഫീൽഡ്? താങ്കളുടെ വയൽ എവിടെയായിരുന്നു? വേർ ഡിഡ് യു ഗ്രോ കോൺ ലൈക്ക് ദിസ്? നിങ്ങൾ എവിടെയാണ് ഇത്തരം ധാന്യങ്ങൾ വിളയിച്ചത്? ആൻഡ് ദ ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ്. ഗ്രാൻഡ് ഫാദർ അപ്പം മറുപടി പറഞ്ഞു, മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്. ദൈവത്തിൻ്റെ മണ്ണായിരുന്നു എൻ്റെ വയൽ. വേറെവർ ഐ പ്ലഫ്ഡ്. ഞാൻ എപ്പോഴൊക്കെ നിലമൊരുക്കിയോ, ഇറ്റ് വാസ് മൈ ഫീൽഡ്. വേറെവർ ഐ പ്ലഫ്ഡ്. ഞാൻ എവിടെയൊക്കെ നിലമൊരുക്കിയോ അവിടെയാണ് എൻ്റെ വയൽ. ലാൻഡ് വാസ് ഫ്രീ. ആ ഭൂമി സ്വതന്ത്രമായിരുന്നു. ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾഡ് ഹിസ് ഓൺ. ആർക്കും സ്വന്തം എന്ന് വിളിക്കാൻ പറ്റിയിരുന്നില്ല. എല്ലാവരും എല്ലാ സ്ഥലത്തും കൃഷി ചെയ്തിരുന്നു. ലേബർ വാസ് ദ ഓൺലി തിങ് മാൻ കോൾഡ് ദെയർ ഓൺ. അധ്വാനത്തെ മാത്രമാണ് മനുഷ്യർ സ്വന്തം എന്ന് പറഞ്ഞിരുന്നത്. ആൻസർ മീ 2 more questions. 2 ചോദ്യങ്ങൾക്കും കൂടി ഉത്തരം പറയൂ, സെഡ് ദ കിങ്. ദ ഫസ്റ്റ് ഈസ്, ആദ്യത്തെ ചോദ്യം, വൈ ഡിഡ് ദ എർത്ത് ബിയർ സച്ച് ഗ്രെയിൻ then and has ceased to do so now? അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ധാന്യം ഉണ്ടാവുകയും ഇപ്പോൾ അതില്ലാതിരിക്കുന്നതിനുമുള്ള കാരണം എന്താണ്? സീസ്ഡ് എന്ന് പറയാൻ സ്റ്റോപ്പ്ഡ്, നിർത്തുക. ആൻഡ് ദ സെക്കൻഡ് ഈസ്, ആദ്യത്തെ ചോദ്യമാണ് അത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വൈ ഡസ് യുവർ ഗ്രാൻഡ് സൺ വാക്ക് വിത്ത് 2 crutches? നിങ്ങളുടെ പേരക്കുട്ടി എന്തുകൊണ്ടാണ് 2 ഊന്നുവടി ഉപയോഗിച്ച് നടക്കുന്നത്? യുവർ സൺ വിത്ത് 1. നിങ്ങളുടെ മകനാവട്ടെ 1 ഊന്നുവടി ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. ആൻഡ് യുവർ സെൽഫ് വിത്ത് നൺ. താങ്കൾ ഒന്നുമില്ലാതെയാണ് നടക്കുന്നത്. യുവർ ഐസ് ആർ ബ്രൈറ്റ്. താങ്കളുടെ കണ്ണുകൾ വളരെ തെളിഞ്ഞതാണ്. യുവർ ടീത്ത് സൗണ്ട് ആൻഡ് യുവർ സ്പീച്ച് ക്ലിയർ ആൻഡ് പ്ലസൻറ്റ് ടു ദ ഇയർ. ഹൗ ഹാവ് ദീസ് തിങ്സ് കം എബൌട്ട്? താങ്കളുടെ കണ്ണ് തെളിഞ്ഞതാണ്, പല്ലുകൾ ആരോഗ്യമുള്ളതായിരുന്നു, നിങ്ങളുടെ സംസാരം വളരെ വ്യക്തവും ചെവികൾക്ക് നല്ല സുഖം പകരുന്നതുമാണ്. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്? അതാണ് രണ്ടാമത്തെ ചോദ്യം.
ആൻഡ് ദ ഓൾഡ് മാൻ ആൻസേർഡ്. അപ്പോൾ ഓൾഡ് മാൻ എന്ത് പറഞ്ഞു? ദീസ് തിങ്സ് ആർ സോ ബിക്കോസ് ഇങ്ങനെയൊക്കെ ആവുന്നതിന് കാരണം എന്താണ്? മെൻ ഹാവ് സീസ്ഡ് ടു ലിവ് ബൈ ദെയർ ഓൺ ലേബർ. മനുഷ്യൻ സ്വന്തം അധ്വാനത്താൽ ജീവിക്കുന്നത് നിർത്തി, സ്വന്തം അധ്വാനം നിർത്തി. ആൻഡ് ഹാവ് ടേക്കൺ ടു ഡിപ്പെൻഡിങ് ഓൺ ദ ലേബർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ അധ്വാനത്തെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം. ഇൻ ഓൾഡൻ ടൈംസ്, പഴയ കാലത്ത്, മെൻ ലിവ്ഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ലോ. ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. ദേ ഹാഡ് വാട്ട് വാസ് ദെയർ ഓൺ ആൻഡ് കവറ്റഡ് നോട്ട് വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്. അവർക്ക് സ്വന്തം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യമായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. മറ്റുള്ളവർ ഉൽപ്പാദിപ്പിക്കുന്നവ സ്വന്തമാക്കാൻ അവർ മോഹിച്ചിരുന്നില്ല എന്നാണ് രാജാവിനോട് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇന്ന് അധ്വാനം കുറവാണ്, എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ, കോഴിനെ വളർത്തുക അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാം എന്ത് സാധനങ്ങളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുകയാണ്. എന്നാൽ പണ്ടുള്ള കാലങ്ങളിൽ അങ്ങനെയല്ല ആളുകൾ ജീവിച്ചിരുന്നത്. എല്ലാവരും ഓരോ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു, അവനവനില്ലാത്തവ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരുന്നു. അങ്ങനൊരു കാലഘട്ടത്തിലാണ് ജനങ്ങൾ ജീവിച്ചിരുന്നത്. ആർക്കും സ്വന്തമായി ഭൂമിയില്ല, എല്ലാ ഭൂമിയിലും എല്ലാവർക്കും കൃഷി ചെയ്യാം എന്നൊക്കെയുള്ള അവസ്ഥയാണ്. ഇന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി പുതിയ പദങ്ങൾ പരിചയപ്പെടാം. യൂത്ത് എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം, ത്രഷ് എന്ന് പറഞ്ഞാൽ മെതിക്കുക, പ്ലഫ് ഉഴുത നിലം, ലേബർ അധ്വാനം പരിശ്രമം, സീസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുക, സിൻ തെറ്റ് കുറ്റം പാപം എന്നൊക്കെ പറയാം. ഇനി നമുക്ക് ദ കോൺ, അതായത് പേജ് നമ്പർ 111 ചോദ്യോത്തരങ്ങൾ നമുക്ക് എഴുതാം. വാട്ട് ഡീറ്റെയിൽസ് ഓഫ് ദ ഗ്രെയിൻ ഡിഡ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഗിവ്? എന്തൊക്കെയാണ് മുത്തച്ഛന് ധാന്യത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നൽകിയത്? ബിഗ് കോൺ ഗ്രൂ എവരിവെയർ, പീപ്പിൾ ലിവ്ഡ് ഓൺ ദിസ് കോൺ. എല്ലാ സ്ഥലത്തും പിന്നെ ഇങ്ങനത്തെ ധാന്യമണികൾ ഉണ്ടായിരുന്നു, ജനങ്ങളെല്ലാം ഇത് തിന്നിട്ടാണ് ജീവിച്ചത്. വാട്ട് ഈസ് സിൻ മെൻഷൻഡ് ബൈ ദ ഗ്രാൻഡ് ഫാദർ? എന്താണ് ഗ്രാൻഡ് ഫാദർ മെൻഷൻ ചെയ്ത ആ പാപം? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗ്രെയിൻസ് ഓർ ഏണിംഗ് മണി ഫോർ ഏണിംഗ് മണി വാസ് കൺസിഡേർഡ് എ സിൻ ഇൻ ഗ്രാൻഡ് ഫാദേഴ്സ് ടൈം. മുത്തച്ഛൻ്റെ കാലത്ത് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ഒരു പാപമായി കരുതിയിരുന്നു. വാട്ട് മോറൽ ഡു യു ലേൺ ഫ്രം ദ ഓൾഡ് മാൻസ് വേർഡ്സ്? നിങ്ങൾക്ക് എന്താണ് മോറൽ കിട്ടിയത്? ഏൺ ഫുഡ് ത്രൂ ഹാർഡ് വർക്ക്. അധ്വാനത്തിലൂടെ ഭക്ഷണം സമ്പാദിക്കുക. വർക്ക് ഈസ് വർഷിപ്പ്. അധ്വാനം എന്നത് ഒരു ആരാധനയാണ്. നമുക്ക് പേജ് നമ്പർ 113 ലെറ്റസ് റീവിസിറ്റ് ദ സ്റ്റോറി നോക്കാം. ഹൗ ഡിഡ് ദ വൈസ് മാൻ ട്രൈ ടു ഫൈൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ കോൺ? ധാന്യമണിയുടെ വിശദാംശങ്ങൾ കണ്ടെത്താൻ പണ്ഡിതന്മാർ ശ്രമിച്ചത് എങ്ങനെയാണ്? ദ വൈസ് മാൻ പോണ്ടേഡ് ഓവർ ദ കോൺ ആൻഡ് റെഫേർഡ് ടു ഡിഫറെൻറ്റ് ബുക്സ്. അവരിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു, പിന്നെ ബുക്കുകളിലൊക്കെ സെർച്ച് ചെയ്തു നോക്കി. വൈ വാസ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഹെൽത്തിയർ ദാൻ ഹിസ് സൺ ആൻഡ് ഗ്രാൻഡ് സർ? മുതുമുത്തച്ഛൻ അയാളുടെ മകനേക്കാളും പേരക്കുട്ടിയേക്കാളും കൂടുതൽ ആരോഗ്യവാനായിരിക്കാൻ കാരണമെന്ത്? ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് ഹാർഡ് വർക്കിംഗ്. മുതുമുത്തച്ഛൻ നല്ല അധ്വാനിയായിരുന്നു. ആൻഡ് ഹാഡ് ഏൺഡ് ഹിസ് ലിവിങ് ത്രൂ ഹിസ് ഓൺ ലേബർ. അവനവൻ അധ്വാനിച്ചിട്ടാണ് അവനവൻ ജീവിച്ചിരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഹൗ ഡിഡ് ദ കിങ് ബിക്കം അവെയർ ഓഫ് ദ മെറിറ്റ് ഓഫ് ലേബർ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി? ഈ കഥയുടെ അവസാനത്തിൽ അധ്വാനത്തെ ഗുണത്തെക്കുറിച്ച് രാജാവ് ബോധവാനായത് എങ്ങനെയാണ്? രാജാവിന് മനസ്സിലായത് എങ്ങനെയാണ്? വെൻ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എക്സ്പ്ലെയിൻഡ് ദാറ്റ് മെൻ ഡ്യൂറിങ് ഹിസ് ടൈം ലിവ്ഡ് ബൈ ദെയർ ഓൺ ലേബർ വിത്തൗട്ട് ബീയിങ് സെൽഫിഷ് ആൻഡ് ദാറ്റ് ദേ വർ മച്ച് ഹെൽത്തിയർ, ദ കിങ് അണ്ടർസ്റ്റുഡ് ദ മെറിറ്റ്സ് ഓഫ് ലേബർ. മുത്തച്ഛൻ പറയാണ്, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ അധ്വാനിച്ചായിരുന്നു ജീവിച്ചിരുന്നത്, പിന്നെ ഞങ്ങൾ കൂടുതൽ ആരോഗ്യവാന്മാരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണ് ലേബറിൻ്റെ മഹത്വം അദ്ദേഹത്തിന് മനസ്സിലായത്. ഹൗ വാസ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ഓൾഡൻ ഡേയ്സ്? പണ്ട് കാലത്ത് ആളുകളുടെ ജീവിതം എങ്ങനെയായിരുന്നു? മെൻ ലിവ്ഡ് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് നേച്ചർ, അതായത് പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചായിരുന്നു മനുഷ്യൻ ജീവിച്ചിരുന്നത്. ദേ ഹാഡ് വാട്ട് വാസ് ദെയർ ഓൺ ആൻഡ് കവറ്റഡ് നോട്ട് വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്. അവർ സ്വന്തം അവനവന് വേണ്ടതൊക്കെ അവനവൻ ഉൽപ്പാദിച്ചിരുന്നു, മറ്റുള്ളവരെ അധ്വാനത്തെ അവർ ആശ്രയിച്ചിരുന്നില്ല. ദ ലാൻഡ് ബിലോങ് ടു ഹോൾ. ആ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതായിരുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. Of the big grain of corn started when the children playing found the corn in the ravine and entered when it reached the old person's grandfather who unfolded the details about the grain. Let us complete the journey the big grain of corn by filling the empty boxes. അതായത് ഈ ധാന്യമണിയുടെ യാത്ര ആരംഭിച്ചത് എവിടെയാണ്? ഒരു കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് മലഞ്ചെരുവിൽ നിന്നാണ് ഈ ധാന്യമണി കിട്ടിയത്. അത് അങ്ങനെ പാസ് ചെയ്ത് ആരടുത്തെത്തി? ലാസ്റ്റ് മുതുമുത്തച്ഛൻ്റെ അടുത്തെത്തി. അപ്പോൾ ആ യാത്ര ഒന്ന് നമ്മൾ പൂരിപ്പിക്കാനാണ്. ചിൽഡ്രൻ്റെ അടുത്ത് നിന്ന് ട്രാവലർ ഒരു പെന്നിക്ക് മേടിച്ചു. ട്രാവലർ അത് കിങ്ങിന് കൊണ്ടു കൊടുത്തു. കിങ് അത് വൈസ്മാനോട് ചോദിച്ചു ഇതെങ്ങനെയാണെന്ന്. വൈസ്മാൻ
മാന് അങ്ങനെ ഓൾഡ് പെസൻറ്റിനെ കണ്ടെത്തി. പിന്നെ പെസൻസ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അങ്ങനെയാണ് ഈ യാത്ര, അങ്ങനെ ധാന്യമണിയുടെ യാത്ര പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. രാജാവും മുതുമുത്തച്ഛനും തമ്മിലുള്ള സംഭാഷണം നമുക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കിങ് ആദ്യം ചോദിക്കുന്നുണ്ട്, ഡിയർ ഗ്രാൻഡ് ഫാദർ, ക്യാൻ യു ടെൽ മീ വേർ ദിസ് കോൺ വാസ് ഗ്രോൺ? ഈ ധാന്യമണി എവിടെയാണ് വളർന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പറയാണ്, കോൺ ലൈക്ക് ദിസ് യൂസ്ഡ് ടു ഗ്രോ എവറി ഫർ ഇൻ മൈ ടൈം. എൻ്റെ കാലത്ത് ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. കിങ് ചോദിക്കുകയാണ്, ഹാവ് യു ഹെവർ ബോട്ട് എനി ലൈക്ക് ഇറ്റ്? നിങ്ങൾ ഇതുപോലെയുള്ളത് വാങ്ങിയിട്ടുണ്ടോ, വിതച്ചിട്ടുണ്ടോ? ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്സ്? അപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പറയുന്നത്, യെസ്, ഇറ്റ് വാസ് സച്ച് എ ഗ്രെയിൻ ദാറ്റ് വി യൂസ്ഡ് ടു സോ, റീപ്പ് ആൻഡ് ത്രഷ്. ഞങ്ങൾ ഉപയോഗിക്കുകയും വിതയ്ക്കുകയും മെതിക്കുകയും ചെയ്ത ധാന്യമണി ഇതുപോലെ തന്നെയാണ് എന്ന് പറയാണ്. കിങ്, ടെൽ മീ ഗ്രാൻഡ് ഫാദർ, എന്നോട് പറയൂ, ഡിഡ് യു ബൈ ഇറ്റ് എനിവർ? നിങ്ങൾ എവിടെ നിന്നെങ്കിലും വാങ്ങിയതാണോ? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പറയുന്നത്, ഇൻ മൈ ടൈം ഈച്ച് മാൻ ഹാഡ് ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ. എൻ്റെ കാലത്ത് എല്ലാവർക്കും അവനവന് വേണ്ടുന്ന ധാന്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കിങ് ചോദിക്കുകയാണ്, വെർ വാസ് യുവർ ഫീൽഡ്? നിങ്ങളുടെ വയൽ എവിടെയാണ്? വേർ ഡിഡ് യു ഗ്രോ കോൺ ലൈക്ക് ദിസ്? നിങ്ങൾ ഇത് എവിടെയാണ് വിതച്ചത്? മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാണ്, എൻ്റെ വയൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭൂമിയാണ്. വെറെവർ ഐ പ്ലഫ്ഡ് ഇറ്റ് വാസ് മൈ ഫീൽഡ്. ഞാൻ എവിടെയാണോ പണിയെടുക്കുന്നത്, ഉഴുതുന്നത്, അവിടെയാണ് എൻ്റെ വയൽ. ലേബർ വാസ് ദ ഹോൺലി തിങ് മെൻ കോൾഡ് ദെയർ ഓൺ. അധ്വാനമാണ് മറ്റുള്ളവർക്ക് സ്വന്തമെന്ന് പറയാൻ കഴിയുക. അപ്പോൾ കിങ് ചോദിക്കുകയാണ്, വൈ ഡു ദ എർത്ത് ബി എ സച്ച് ഗ്രെയിൻ ദെൻ ആൻഡ് ഹാസ് സീസ്ഡ് ടു ഡു സോ? എന്തുകൊണ്ടാണ് ഭൂമി ഇങ്ങനെയുള്ള ധാന്യമണികൾ വിതയ്ക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിയതെന്ന്? മെൻ ഹാവ് സീസ്ഡ് ടു ലിവ് ബൈ ദെയർ ഓൺ ലേബർ. എല്ലാവരും അവനവൻ്റെ അധ്വാനം കൊണ്ട് ജീവിക്കുന്ന ജീവിത രീതി നിർത്തി. ആൻഡ് ഹാവ് ടേക്കൻ ടു ഡിപ്പെൻഡിങ് ഓൺ ദ ലേബർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവർ അധ്വാനിക്കുന്നത് ആശ്രയിച്ചാണ് ഇന്നത്തെ ആൾക്കാർ ജീവിക്കുന്നത്. വൈ ഡസ് യുവർ ഗ്രാൻഡ് സൺ വാക്ക് വിത്ത് 2 crutches ആൻഡ് യുവർ സൺ വിത്ത് 1 ആൻഡ് യു യുവർ സെൽഫ് വിത്ത് none? നിങ്ങളുടെ മകനും പേരക്കുട്ടിയൊക്കെ 2 ക്രച്ചസിലും 1 ക്രച്ചസിലൊക്കെ ആണല്ലോ നടന്നു വന്നത്. നിങ്ങളെന്താണ് ഒന്നുമില്ലാതെ നല്ല ആരോഗ്യവാനായി വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പറയുന്നത്, ഇൻ ഓൾഡൻ ടൈംസ് മെൻ ലിവ്ഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ലോ. ദേ ഹാഡ് വാട്ട് വാസ് ദെയർ ഓൺ ആൻഡ് കവിറ്റഡ് നോട്ട് വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്. ഇതൊരു ലോങ് കോൺവെർസേഷൻ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എഴുതിയാൽ മതി. ഇതിലെ ലാസ്റ്റ് ലൈൻസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ആക്ടിവിറ്റി 3 ആണ്. പിന്നെ ഡു യു സീ ഫ്ലൈസ് ഹോവറിങ് ഓൺ ദ ഫ്രൂട്ട്സ് ഇൻ ബാസ്ക്കറ്റ് എ? അതായത് ബാസ്ക്കറ്റ് എയിലുള്ള ഫ്രൂട്ട്സിലൊക്കെ ഈച്ചകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. എന്നാൽ ബാസ്ക്കറ്റ് ബില്ലോ ഈച്ചകളൊന്നും ഇല്ല. വൈ ഡു യു തിങ്ക് ദർ ആർ നോ ഫ്ലൈസ് അറൗണ്ട് ദ ഫ്രൂട്ട്സ് ഇൻ ബാസ്ക്കറ്റ്? ഡിസ്കസ് ആൻഡ് റൈറ്റ്. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ ഈച്ചകളൊന്നും വരാത്തത്? എന്തുകൊണ്ടാണ്? ദ ഫ്രൂട്ട്സ് ഇൻ ബാസ്ക്കറ്റ് ബി ആർ കോട്ടഡ് വിത്ത് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കീടനാശിനികൾ ഉപയോഗിച്ചത് കൊണ്ടാണ് അവിടെ ഈച്ചകളൊന്നും വരാത്തത്. ഹെൻസ് ദർ ആർ നോ ഫ്ലൈസ് ഓൺ ഇറ്റ്. അതുകൊണ്ടാണ് ഈച്ചകളൊന്നും വരാത്തത്. അപ്പോൾ രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. Prepare a short description on the benefits of growing vegetables and fruits at home. നിങ്ങളുടെ വീട്ടിൽ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മേന്മകൾ എന്തെല്ലാമാണ്? വി ക്യാൻ യൂസ് പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾസ് ബിക്കംസ് മോർ ഹെൽത്തി. ഇനി 2 കോളം തന്നിട്ടുണ്ട്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അതിൽ നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ പേരെഴുതാനാണ്. അപ്പോൾ വെജിറ്റബിൾസ് നമുക്ക് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാം? ഒട്ടുമിക്ക വെജിറ്റബിൾസും ഇന്ന് വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഇന്ന് വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ടൊമാറ്റോ, ബ്രിഞ്ചോൾ, ലേഡീസ് ഫിംഗർ, ഗ്രീൻ ചില്ലി, യാം, ടാപ്പിയോക്ക, ബീൻസ്, പീസ്, ബിറ്റർഗോഡ്. ഓക്കെ, ഫ്രൂട്ട്സിൻ്റെ കോളത്തിൽ മാംഗോ, ജാക്ക് ഫ്രൂട്ട്, റംബൂട്ടാൻ, ഗോവ, ഗൂസ്ബെറി, ബനാന, പപ്പായ, ചിക്കു. ഓക്കെ, ഇനി B. Now write down the advantages of growing vegetables and fruits at home. The following hints will help you. We can lead a healthy life by cultivating vegetables and fruits at home. നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസ് ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് ഒരു ആരോഗ്യമായ ജീവിതം നയിക്കാം. We must try to use only natural manner in our farm. നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. സ്റ്റഡീസ് ഹാവ് പ്രൂവൻ ദാറ്റ് ദ കൾട്ടിവേഷൻ ആൻഡ് കൺസംഷൻ ഓഫ് സർട്ടൻ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ക്യാൻ റെഡ്യൂസ് അവർ സ്ട്രെസ്. പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പച്ചക്കറികളും ഫലങ്ങളും കഴിച്ചാൽ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറേ ഒഴിവായി കിട്ടും. ദേ നോട്ട് ഓൺലി ഗീവ് ഫ്രഷ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ബട്ട് ക്യാൻ ഓൾസോ ബി എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ അവർ ഫാമിലി. നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണവും ഒക്കെ പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അധികമുള്ള പച്ചക്കറികൾ നമുക്ക് വിറ്റിട്ട് പൈസ സമ്പാദിക്കാം. ആസ് ദേ ആർ ഫ്രീ ഫ്രം പെസ്റ്റിസൈഡ്സ് they can never cause diseases like cancer, liver cirrhosis, etc. അതുപോലെ തന്നെ നമ്മൾ വീട്ടുമുറ്റത്ത് കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെയാണ് വീട്ടുമുറ്റത്ത് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻസർ, ലിവർ സിറോസിസ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയും. ഇനി 5ാമത്തെ ആക്ടിവിറ്റി നോക്കാം.
The king decided to honor the great grandfather. He organized a function to facilitate him. അങ്ങനെ രാജാവ് ഈ മുതുമുത്തച്ഛനെ ആദരിക്കാൻ തീരുമാനിച്ചു. The great grandfather made a speech about the difference between the lifestyles and the methods of farming during his own time ആൻഡ് ദ പ്രസൻറ്റ് ജനറേഷൻ. അപ്പോൾ മുതുമുത്തച്ഛൻ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്താണ് ഒരു പ്രസംഗം പറയുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന കൃഷി രീതികളെക്കുറിച്ചും ഇന്നത്തെ കാലത്ത് ഇന്നത്തെ തലമുറയുടെ ജീവിത രീതിയെ പറ്റിയൊക്കെ എന്താണ് ഒരു പ്രസംഗം പറയുകയാണ്. വാട്ട് വുഡ് ബി ദേ ലൈക്ക് ഈ സ്പീച്ച് മെയ്ഡ് ബൈ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹം ചെയ്ത പ്രസംഗം ഏത് വിധത്തിലായിരിക്കും. അപ്പോൾ താഴെ കുറിച്ച് ഹിൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താ പറഞ്ഞത്, ലിവ്ഡ് ബൈ വൺസ് ഓൺ ലേബർ. അവനവൻ അധ്വാനിച്ചിട്ടാണ് എല്ലാവരും ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്നോ എല്ലാവരും മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ്. ഹാഡ് നോ ഡിസയർ ഫോർ വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്. മറ്റുള്ളവർ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നോ എന്നൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല. ജലസ് ആൻഡ് ഗ്രീഡി. ഇപ്പോഴാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അസൂയയും ദുഷ്ട സ്വഭാവമൊക്കെയാണ്. ഗ്രീഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ആർത്തി അല്ല. ജലസ് ആൻഡ് ഗ്രീഡി, അസൂയയും ആർത്തിയുമുള്ളവരാണ്. യൂസ്ഡ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്. പണ്ടുള്ള ആൾക്കാർ പ്രകൃതിദത്തമായ രീതികളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ യൂസ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്, കൃത്രിമമായ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നോട്ട് സെൽഫിഷ് ആൻഡ് വേർ ജനറസ്. ആരും സ്വാർത്ഥന്മാരായിരുന്നില്ല, എല്ലാവരും ദയാലുവായിരുന്നു. സെൽഫിഷ് ആൻഡ് സെൽഫ് സെൻറ്റേഡ്. ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ എന്താണ്, സ്വാർത്ഥത ഉള്ളവരാണ്, സെൽഫ് സെൻറ്റേഡ് ആണ്. അതായത് എല്ലാവരും സ്വന്തം എന്നുള്ള വിചാരമുള്ളവരാണ്. ഹോണറബിൾ ഹിസ് മജസ്റ്റി ദ കിങ് ആൻഡ് ദ courtiers. രാജാവിനെ എപ്പോഴും അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ ഹിസ് മജസ്റ്റി എന്നാണ് പറയാം. ഐ ആം വെരി ഹാപ്പി ദാറ്റ് ദ കോർട്ട് ഹാസ് ഡിസൈഡഡ് ടു ഫെസിലിറ്റേറ്റ് മീ. എന്നെ ആദരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹോണർ ഫോർ ദ പേഴ്സൺ ലൈക്ക് മീ. ഇത് ഒരു കൃഷിക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കൊരു ഭയങ്കര അഭിമാനമുള്ള നിമിഷമാണ്. ആൻഡ് ഐ ആം ഓൺലി ഹാപ്പി ടു ഷെയർ വിത്ത് യു ദ ഡീറ്റെയിൽസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫാമിംഗ് ഡ്യൂറിങ് അവർ ടൈം. ഞാൻ നിങ്ങളോട് എൻ്റെ കാലത്തുണ്ടായിരുന്ന ജീവിത രീതിയെ പറ്റി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അറ്റ് ദാറ്റ് ടൈം മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ ലിവ്ഡ് ബൈ അവർ ഓൺ ലേബർ. ഞാനും എൻ്റെ മുത്തശ്ശനും ഒക്കെ ഞങ്ങളുടെ സ്വന്തം അധ്വാനത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. നോ വൺ കവേറ്റഡ് വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്. മറ്റുള്ളവർ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമ്മൾ നോക്കിയിരുന്നില്ല. വി യൂസ്ഡ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ. ഞങ്ങൾ പ്രകൃതിദത്തമായ രീതികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പീപ്പിൾ വർ നോട്ട് സെൽഫിഷ്. ആളുകൾ സ്വാർത്ഥന്മാരായിരുന്നില്ല. ആൻഡ് സെൽഫ് സെൻറ്റേഡ് സോ ദാറ്റ് ദേ വർ മച്ച് ഹാപ്പിയർ ആൻഡ് ഹെൽത്തിയർ ദാൻ ദ പ്രസൻറ്റ് ജനറേഷൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയേക്കാളും സന്തോഷവും ആരോഗ്യവും ഉള്ളവരായിരുന്നു. ബട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ നൗ? ഇപ്പം എന്താ സംഭവിക്കുന്നത്? പീപ്പിൾ ലീവ് ബൈ ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. ഇപ്പം എല്ലാവരും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. മോർ ഓവർ ദേ ആർ ജലസ് ആൻഡ് ഗ്രീഡി. മാത്രമാണ് എല്ലാവരും അസൂയക്കാരും ആർത്തിയുള്ളവരുമാണ്. നൗ ഫാമേഴ്സ് ഹാവ് പ്രോഫിറ്റ് മോട്ടീവ്. അവർക്ക് ഒരൊറ്റ വിചാരമുള്ളൂ, ലാഭം ഉണ്ടാക്കുക എന്നുള്ളത്. സോ ദേ യൂസ് ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ ദാറ്റ് ലെഡ് ടു ഡ്രെഡ്ഫുൾ ഡിസീസസ്. അതുകൊണ്ട് തന്നെ അവർ കൃത്രിമമായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എന്തിന് കാരണമാകുന്നു? പലവിധ മാരക രോഗങ്ങൾക്കും കാരണമാകുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു പ്രൊലോങ് മൈ സ്പീച്ച്. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഐ കൺവേ മൈ ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിസ് മജസ്റ്റി ദ കിങ്. ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ എൻ്റെ രാജാവിനോട് പറയുകയാണ്. ബിഫോർ ഐ കൺക്ലൂഡ് ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ് ടു ദ കിങ് ടു പ്രൊമോട്ട് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ ഫോർ ദ സേക്ക് ഓഫ് ഓൾ അവർ പീപ്പിൾ. എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് രാജാവിനോട് ഒരു എളിമയോട് ഒന്ന് അഭ്യർത്ഥിക്കാനുണ്ട്. എന്താണ്? നാച്ചുറൽ മെത്തേഡ്സ്, കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രകൃതിദത്തമായ മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അങ്ങയോട് താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു ഓൾ. ഇനി അടുത്തത് പ്രിപ്പയർ എ റൈറ്റപ്പ് അബൌട്ട് ദ ഓൾഡ് പേഴ്സൺ ആൻഡ് ഹിസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഇനി ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ്. അതിനുള്ള ഹിൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഓൾഡ് പേഴ്സൻറ്റിൻ്റെ എന്തൊക്കെയാണ്? പുവർ ഐസെറ്റ്, ഡഫ്, ഗ്രീഡി, ലേസി, അൺഹെൽത്തി, ഇറേഷണൽ, സെൽഫിഷ്, ടൂത്ത്ലെസ്, ഇൻഡിസ്റ്റിങ്ക്റ്റ് സ്പീച്ച്. ഇത്രയാണ് ഓൾഡ് പേഴ്സൻറ്റിനെ പറ്റി പറയാനുള്ളത്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്തൊക്കെയാണ്? ബ്രൈറ്റ് ഐസ്, ജനറസ്, ഹെൽത്തി, ക്ലിയർ സ്പീച്ച്, ഷാർപ്പ് ഇയേഴ്സ്, അൺസെൽഫിഷ്, റേഷണൽ, ഹാർഡ് വർക്കിംഗ്, സ്ട്രോങ്. ഇത്രയും കാര്യങ്ങളാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൽ നിന്ന് നമുക്ക് ആ കോളത്തിൽ നിന്ന് എടുത്തെഴുതേണ്ടത്. ഇനി അതിനെ പറ്റിയിട്ട് നമ്മളൊരു റൈറ്റപ്പ് ഉണ്ടാക്കിയാണ്. ദർ ആർ എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് പേഴ്സൺ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അവിടെ ആൻഡ് എന്നാണ് കേട്ടോ, അറ്റ് എന്നാണ് എഴുതിയത്. അപ്പം മുത്തശ്ശനും പെർസെൻറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ദ ഓൾഡ് പെർസെൻറ്റ് ഹാസ് പുവർ ഐസെറ്റ്. അയാൾക്ക് അത്ര വലിയ കാഴ്ചശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ബ്രൈറ്റ് ഐസ്. മുത്തശ്ശന് നല്ല തെളിഞ്ഞ കണ്ണുകളായിരുന്നു. ദ ഓൾഡ് പെർസെൻറ്റ് ഈസ് ഡെഫ് ബട്ട് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് ഷാർപ്പ് ഇയേഴ്സ്. ദ ഓൾഡ് പെർസെൻറ്റ് ഈസ് അൺഹെൽത്തി വൈൽ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഈസ് ഹെൽത്തി. ഓൾഡ് പെർസെൻറ്റ് ഈസ് ലേസി ബട്ട് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഈസ് സ്മാർട്ട് ആൻഡ് ഹാർഡ് working. Old peasant is selfish but great grandfather is generous. Old peasant is toothless and his speech is distinct but the great grandfather has strong teeth and his speech is very
clear. The great grandfather leading a happy and healthy life, while the old person leading a unpleasant and unhealthy life. ഇനി ഏഴാമത്തെ ആക്ടിവിറ്റിയാണ് റീഡ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബബിൾ. ബബിൾസിൽ കുറച്ച് വേർഡ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് വേർഡ്സ് ദേ ആർ റിലേറ്റഡ് ടു എൻസർക്കിൾഡ് വേർഡ്സ്, റൈറ്റ് ദം ഇൻ ദ ബ്ലാങ്ക്സ് ഗിവൺ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ താഴെ ഒരു സർക്കിളിൽ കൊടുത്തിട്ടുണ്ട്. അതും ഇതും ഉള്ള റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ മാച്ച് ചെയ്ത് എഴുതാനാണ്. സി കാണുക എന്ന് പറയുമ്പോൾ എന്താണ്? ലുക്ക്, സൈറ്റ്. അതുമായി ബന്ധപ്പെട്ട രണ്ട് വേർഡ്സാണ് ലുക്ക്, സൈറ്റ്. ഞാൻ നെക്സ്റ്റ് ഹിയർ, കേൾക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിസ്പർ, നോയ്സ്. വിസ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെല്ലെ കുശുകുശുക്കൂല, അതിനാണ് വിസ്പർ എന്ന് പറയുന്നത്. ഇനി സ്മെൽ ുമായിട്ട് ബന്ധപ്പെട്ടതാണ് പെർഫ്യൂം, സെൻറ്റ്. സെൻറ്റ് എന്ന് പറഞ്ഞാൽ മണം എന്നാണ് അർത്ഥം. ടേസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് സോർ, സ്വീറ്റ്. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ വരാം.